ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയും ശ്രുതിനെയും വർഷേനെയാണ്. അങ്ങനെ ചന്ദ്രക്കിട്ട് നമ്മുടെ വർഷ നല്ലൊരു തട്ട് തന്നെ തട്ടുകയാണ് കേട്ടോ. വേറെ ഒന്നും അല്ലാട്ടോ, നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഇപ്പം ശ്രുതിക്ക് മാല മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനവും. നമ്മുടെ ശ്രുതി ചെയിനില്ലാതെ ചരടിൽ താലി ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ വർഷ ചോദിക്കുകയാണ്, അല്ല ആൻറ്റി എന്ത് സ്വഭാവം ഈ കാണിക്കുന്നത്? നേരത്തെ രേവതി ചേച്ചി ഇവിടെ കുറേ നാളും മഞ്ഞച്ചരടിട്ടുകൊണ്ട് നടന്നിരുന്നല്ലോ. അന്നൊന്നും ആൻറ്റിക്ക് ഇത്രയ്ക്ക് വിഷമം ഇല്ലായിരുന്നല്ലോ. അന്നൊന്നും ഇതൊന്നും മേടിച്ചു കൊടുക്കാനും പോയില്ലല്ലോ. ദേ വാങ്ങിത്താ എന്നും പറഞ്ഞ് സാരിയും ചുറ്റി രേവതി ചേച്ചി ആൻറ്റിയുടെ മുമ്പിൽ ഇങ്ങനെ യാചിച്ച് നടന്നോ? പിന്നെ എന്തിനാ ആൻറ്റി രേവതി ചേച്ചിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു ലേശം ഒരു ഉളുപ്പ് വേണ്ടേ? ഇപ്പം ദേ ശ്രുതി ചേച്ചി താലിമാല പണയം വെച്ചു, അതിനെന്തിനാ രേവതി ചേച്ചിനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിനക്ക് അവളെക്കുറിച്ച് അറിയില്ല മോളെ, അവളാ സച്ചിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. നിന്റെ അമ്മയെ അപമാനിച്ചില്ലേ അവര്? അത് രേവതി ചേച്ചി അല്ലല്ലോ. ദേ സച്ചിയേട്ടനല്ലേ AC തിരികെ കൊടുത്തു വിട്ടത്. വീട്ടിലുള്ള മറ്റുള്ളവരെ പോലെ രേവതി ചേച്ചി അത് അറിഞ്ഞില്ല. പിന്നെ എന്തിനാ രേവതി ചേച്ചിനെ കുറ്റപ്പെടുത്തുന്നത് വെറുതെ? അതിന്റെ ആവശ്യം ആന്റിക്കുണ്ടോ? വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരിക. ഒരു കാര്യമില്ലാതെ രേവതി ചേച്ചിനെ വഴക്ക് പറയണം, കുറ്റപ്പെടുത്തണം. ഇത് തന്നെ ആന്റിയുടെ ഹോബി, വേറൊന്നുമല്ല. ആന്റി, ഇത് വളരെ മോശമായ പരിപാടിയാണ്. കഷ്ടമുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ. സത്യം പറയാലോ, എനിക്ക് അങ്ങോട്ട് എന്തോ പോലെ തോന്നുക. പിന്നെ ഈ താലിമാല പണയം വെക്കുന്നതും സെന്റി അടിക്കുന്നതും ഒക്കെ ഞാൻ ഈ ഡബ് ചെയ്യുന്ന സിനിമയിലും സീരിയലിലും ഒക്കെ കാണാറുണ്ട്. ഞാൻ സത്യം പറഞ്ഞു ഇത് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് സെന്റി ആയിട്ടല്ല, ഇത് കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ കഷ്ടമായിപ്പോയി. എങ്കിൽ പിന്നെ ശരി ആൻറ്റി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ശ്രുതിക്കും അങ്ങ് എന്തോ പോലെ ആയിപ്പോ ഇത് കേട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, ശ്രുതി അവളെ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? ഒരു പെരുമഴ തോർന്നു പോയതുപോലെയുണ്ട്. ഞാൻ എന്തുകൊണ്ടാ തക്കതായ മറുപടി കൊടുക്കാത്തതെന്ന് അറിയോ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എനിക്കറിയാം. ആൻറ്റി പേടിച്ചിട്ടില്ലേ? പേടിയോ? എനിക്കോ? അവളോടോ? എന്തിന്? ഞാൻ അവളെ കണ്ടിട്ട് എന്തിനു പേടിക്കണം? അവളെന്റെ മരുമകളാ, അല്ലാതെ അമ്മായിയമ്മയല്ല ഞാൻ പേടിക്കാനായിട്ട്. നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതാണ് നീ ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചത്. രേവതി കൈവശം കൊടുത്ത് അവളെ ചാക്കിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഇത്രയും സംസാരിച്ചിട്ട് പോയത്. വീടില്ല ഞാൻ ഒറ്റോർണത്തിനെയും. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ആന്റി എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോയിട്ട് വരാം. പിന്നെ ആൻറ്റി, ദേ ഞാനൊരു കാര്യം പറയാം. എൻ്റെ കഴുത്തിൽ സ്വർണ്ണത്താലിമാല ഇല്ലാത്തത് കൊണ്ട് വിഷമമൊന്നും വേണ്ട, അത് ഞാൻ തന്നെ തിരിച്ചെടുത്തോളാം കേട്ടോ. അത് ഓർത്തിട്ട് സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രുതി അങ്ങ് പോകുന്നത്. ഏതായാലും ചന്ദ്രയ്ക്ക് വർഷ പറഞ്ഞതൊന്നും അത്രയ്ക്ക് സുഖിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ വർഷയോട് തിരികെ പറയാനുള്ളൊരു ധൈര്യവും ഇല്ല. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ മീരയും ശ്രുതിയുമാണ്. അങ്ങനെ നമ്മുടെ മീര പറയുക, എടി മണ്ടി, നീ എന്തിനാടി നിന്റെ അമ്മായിയമ്മ മാല മേടിച്ചു തരാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞത്? അത് നീ പറയരുതായിരുന്നു. അത് പറഞ്ഞത് ഇടി നിനക്ക് ബുദ്ധിയില്ലേ? അത് പിന്നെ ചിരിച്ചുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞിരുന്നെങ്കിലേ പിന്നീട് ഞാൻ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. ദേ അവരെ അത് നാഴികയ്ക്ക് 40 വട്ടവും പറയും. അവരുടെ കയ്യിലുള്ള കാശും കൊണ്ടല്ല താലിമാല മേടിച്ചു തരാന്ന് പറഞ്ഞത്. ഭാമി ആന്റിയോട് കടം മേടിച്ചിട്ടാ. പിന്നെ അവർ ഈ കടം എങ്ങനെ വീട്ടും? നീ എന്തിനാ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? അവരെങ്ങനെയെങ്കിലും വീട്ടിക്കോട്ടെ. കുറച്ചു നാള് കഴിയുമ്പോഴേ ഭാമി ആന്റിയുടെ കടം വീട്ടാന് എന്നോട് തന്നെ അവർ ഈ ക്യാഷ് ചോദിക്കും. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞാലേ പിന്നെ അച്ഛനെപ്പം ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നുള്ള ചോദ്യമായിരിക്കും. ക്യാഷ് കിട്ടുന്നത് വരെ ഈ ചോദ്യവും ഉണ്ടാകും. അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാല് പിന്നെ ക്യാഷ് ചോദിക്കാമല്ലോ. എടി, നീ എത്ര നാളിങ്ങനെ മഞ്ഞച്ചരട് കെട്ടി നടക്കും? ആളുകൾ കണ്ട കുറച്ചിലല്ലേ, നാണക്കേടല്ലേ? ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതെനിക്ക് വിഷയമല്ല മീരെ. കുറച്ചു നാള് ഇത് കഴുത്തിലിട്ട് നടക്കുന്ന നല്ലത്. വർഷ പറഞ്ഞതുപോലെ സെന്റിക്കാണെങ്കിലും ഇത് കഴുത്തിലിട്ട് നടക്കാം. ഞാൻ ആർക്കു വേണ്ടിയാ താലിമാല പണയം വെച്ചത്? ഞാൻ ശ്രുതിയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നോർത്തിട്ട് എന്തോ ത്യാഗം ചെയ്തതുപോലെയാണ് ശ്രുതി കരുതുന്നത്. നല്ല വിഷമമുണ്ട് ശ്രുതിക്ക്. ഞാൻ മഞ്ഞച്ചരട് കെട്ടി നടക്കുമ്പോൾ എനിക്ക് വേണ്ടി ശ്രുതി ഇങ്ങനെ ചെയ്തില്ലേ എന്നൊരു ചിന്ത ശ്രുതിക്ക് എപ്പോഴും ഉണ്ടാവില്ലേ? എന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശ്രുതി എൻ്റെ ഭാഗത്തേ നിൽക്കൂ. അപ്പൊ അവന്റെ സിമ്പതിയും സ്നേഹവും ഒക്കെ പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തത്? ഒരു തരത്തിൽ അങ്ങനെയും പറയാം. അതിനു വേണ്ടി കൂടിയാണെന്ന് കൂട്ടിക്കാം. ഇങ്ങനെ അങ്ങ് മുന്നോട്ടേക്ക് പോട്ടെ.
ഉം പിന്നെ സുധിക്ക് മാത്രമല്ല അമ്മായി അമ്മയ്ക്കും എന്നോടുള്ള സ്നേഹവും ബഹുമാനവും കൂടും. അവരുടെ മകന് വേണ്ടിയല്ലേ ഞാൻ മാല പണയം വെച്ചത്. ഇനി അടുത്തൊന്നും അവരെന്നെ എൻ്റെ അച്ഛനെ കുറിച്ചും പിന്നെ ആ ആട്ടിൻകുട്ടീനെ കുറിച്ചും ചോദിക്കില്ല. ആട്ടിൻകുട്ടിയോ? ആ, വീരാനിക്ക, ഈ എൻ്റെ ഇളയച്ചൻ. അയാളാണല്ലോ ആട്ടിൻകുട്ടി. ഓ, നീ ഭയങ്കര തന്നെയാണല്ലോ ശ്രുതി. ഏതൊക്കെ വഴിക്കാടി നിന്റെ ചിന്ത പോകുന്നത്? ഓ, ഇങ്ങനെ ഓരോന്ന് ചെയ്തേ ഒടുക്കം നിന്നെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞാലും നിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ അവർ നീ മാറ്റിയെടുക്കും അല്ലേ? അതെ അതെ. നീ വിചാരിക്കുന്ന പോലെ നടന്നാലേ നല്ലത്. നടക്കും മീര, നടക്കും, നടത്തണം. എല്ലാം ഞാൻ ആലോചിച്ച് പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോകുന്നത്. അല്ലാതെ എടുത്തു ചാടി ഈ ശ്രുതി ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. എല്ലാം ആലോചിച്ച് ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് മുന്നോട്ടേക്ക് പോകണം. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കും നമ്മുടെ രേവതി പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂ കെട്ടുന്നതിനിടയിൽ നമ്മുടെ രേവതി എന്തോ തലയിലൊക്കെ ഇങ്ങനെ കൈവെക്കുന്നുണ്ട്. രേവതിക്ക് എന്തോ നന്നായിട്ട് തലവേദനയൊക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ സച്ചി വരികയാണ് കേട്ടോ. സച്ചി വന്നു ഇറങ്ങിയപ്പോഴത്തേക്കും വാതക്കിലിരുന്ന് തന്നെ നമ്മുടെ രേവതി പൂ കെട്ടുകയാണ്. രേവതിനെ കണ്ടത് ഒരു ചിരിയോടൊക്കെ കൂടി ഇങ്ങ് പുള്ളിക്കാരൻ വരികയാണ്. അങ്ങനെ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ രേവതി ഈ സമയത്തൊരു പൂകെട്ടല്? എന്തു പറ്റി? എന്താ ഓർഡർ ഉണ്ടോ? ഓർഡർ ഉണ്ട് സച്ചേട്ടാ, കുറച്ച് ഓർഡർ ഉണ്ട്. ഓ, ഓട്ടം കുറവാ രേവതി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങ് പോകുന്നത്. രാത്രി വരെയെങ്കിലും ജോലി ചെയ്യണമെന്ന് കരുതിയതാ. പക്ഷെ വെറുതെ സ്റ്റാൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് സ്വന്തമായിട്ട് കാറുണ്ട്. പിന്നെ ആരോട്ടം വിളിക്കാന്? ഓട്ടം കുറവായത് കൊണ്ടൊന്നും അല്ല, എന്നെ കാണാൻ ഇങ്ങർക്ക് കൂടുതൽ സമയം ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നതെന്നല്ലേ നീ ചിന്തിക്കുന്നത്? എന്തു പറ്റി? ഒരു മൈൻഡും ഇല്ലല്ലോ. എന്താ രേവതി നീ മിണ്ടാത്തത്? ഞാനൊന്ന് പറഞ്ഞാൽ രണ്ട് മറുപടി തരുന്ന ആളെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഹലോ, എന്താ പറ്റിയത്? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം സച്ചി ഒന്നുകൂടി ചോദിച്ചു, എന്താ പറ്റിയത് നിനക്ക്? സുഖമില്ലേ നിനക്ക്? നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല പനി കേട്ടോ, നല്ല ചൂട്. അയ്യോ, എന്തൊരു ചൂടാ, എന്തൊരു പനിയാടി നിനക്ക്? എന്നിട്ടാണോ നീ ഇരുന്ന് പൂ കെട്ടുന്നത്? നീ എന്താ എന്നെ വിളിക്കാതിരുന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോവില്ലായിരുന്നോ? അതൊന്നും വേണ്ട സച്ചേട്ടാ. വേണം, ആരാ പറഞ്ഞത് വേണ്ടെന്ന്? ബാ ഹോസ്പിറ്റലിൽ പോകാം. ഇങ്ങനെ വെറുതെ പനി വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. അത് പിന്നെ ഇത് വൈകുന്നേരമല്ലേ, നമുക്ക് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകാം. രേവതി നല്ല പനിയുണ്ട്, ഇപ്പൊ തന്നെ ഡോക്ടറെ കാണിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പോഴത്തെ പനി അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. മെഡിസിൻ കഴിക്കാതെ ഇതൊന്നും മാറത്തില്ല. ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. നീ പെട്ടെന്ന് റെഡിയാകുക. അത് പിന്നെ അങ്ങനെയാണെങ്കിൽ സച്ചേട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി ഗുളിക മേടിച്ചിട്ട് വാ. 1-2 ഗുളിക കഴിച്ചാലേ പനി മാറിക്കോളും. എന്തോ എന്താ ഏതാണെന്നൊന്നും അറിയാതെ മെഡിസിൻ മേടിച്ച് കഴിക്കാൻ പാടില്ല. ഡോക്ടറെ കാണണം. എനിക്ക് വയ്യ സച്ചേട്ടാ, ഞാൻ വരുന്നില്ല. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പനിക്കുള്ള ഗുളിക തരും, അത് മതി. എന്താ രേവതി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അങ്ങനെയൊന്നും മേടിച്ച് കഴിക്കാൻ പാടില്ല. ഗുളിക കഴിച്ചിട്ട് പനി മാറിയില്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകാം. അത് പോരെ സച്ചേട്ടാ. ഇപ്പൊ സച്ചേട്ടൻ പോയി ഗുളിക മേടിച്ചിട്ട് വാ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിൽ പിന്നെ ഞാന് ഗുളിക മേടിച്ചിട്ട് വരാം. നീ മുറി പോയി റെസ്റ്റ് ചെയ്യ. അയ്യോ, എനിക്ക് പൂ കെട്ടാനുണ്ട്. അതൊക്കെ പിന്നെ ചെയ്യാം. നീ മുറിയിലേക്ക് പോ. അത് പിന്നെ അവിടെ അമ്മയുണ്ട്. അവിടെ അമ്മയുണ്ടെന്ന് പറഞ്ഞ് വേറെ ഉണ്ടല്ലോ ഇവിടെ റൂമുകള്. നീ പൗഡർ എടുത്തിട്ട് റൂമിൽ പോയി കിടക്ക്. വന്നേ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിനെയായിട്ട് നേരെ ശ്രുതിയുടെയും പൗഡർ എടുത്തിയുടെയും കൂടെ സുധിയുടെയും പൗഡർ എടുത്തിടെയും കൂടെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ റെസ്റ്റ് എടുത്തോ. അയ്യോ വേണ്ട, ഞാൻ വെളിയിൽ കിടന്നോളാം. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റ് എടുക്കാനായിട്ട്. മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് മുറി അടച്ചിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയിട്ടോ. സത്യം പറഞ്ഞ രേവതിക്ക് ഒട്ടും വയ്യ. അതുകൊണ്ട് രേവതി അവിടെ കിടന്നത് മയങ്ങിയും പോയി. ഈ സമയത്തല്ല, കുറച്ചു നേരം കഴിഞ്ഞു കേട്ടോ. ഒരു 7 മണി 8 മണിയൊക്കെ ആയി കാണും. ഈ ഒരു സമയത്താണ് നമ്മുടെ സുധിയും ശ്രുതിയും കൂടി നേരെ ഷോപ്പിൽ നിന്ന് വരുന്നത്. ഭയങ്കര ക്ഷീണത്തോടു കൂടിയാ ഇന്ന് നമ്മുടെ ശ്രുതി വരുന്നത് കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം. ശ്രുതി പറയാ, മടുത്തു എൻ്റെ ശ്രുതി, ഇത് എന്തൊരു പാടായത്, വല്ലാത്തൊരു ടയേർഡാണല്ലോ. അതൊന്നും സാരമില്ലെന്നേ, ഇതൊക്കെ പതുക്കെ ശരിയായിക്കോളും. പതുക്കെ ഇതൊക്കെ ശരിയാകത്തുള്ളൂ. ഇതൊക്കെ ആയതുകൊണ്ടേ ശ്രുതിക്ക് തോന്നുന്നതാ. പതുക്കെ ഡെവലപ്പ് ആയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് ഈസി ആയിട്ട് തോന്നും. ആണല്ലേ, ഏതായാലും ചെന്നൊന്ന് തല ചായ്ക്കട്ടെ, അല്ലാതെ ഒരു സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ശ്രുതി റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. അയ്യോ, ഇവളെന്താ ഇവിടെ കിടക്കുന്നത്? ശ്രുതി നീ ഇങ്ങ് വന്നേ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ശ്രുതിനെ. നമ്മുടെ രേവതി കട്ടിലേക്ക് കിടക്കുകയാണല്ലോ. അങ്ങനെ രേവതി ഇതൊന്നും അറിയുന്നുമില്ലാത്ത രേവതി നല്ല ഉറക്കമാണ്. ശ്രുതി എന്ന് വിളിച്ചിട്ട് നേരെ
നമ്മുടെ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ നോക്ക്, ഇതേ കിടക്കുന്നത് കണ്ടോ? അല്ല, ഇതെന്താ രേവതി ഇവിടെ കിടക്കുന്നത്? ഇതെന്താ ഇവക്ക് പറ്റിയത്? ഇവളെന്തിനാ ഇപ്പൊ ഇവിടെ വന്ന് കിടക്കുന്നത്? അതല്ലേ എനിക്കും അറിയത്തില്ലാത്തത്, ഇവളെന്താ ഇവിടെ കിടക്കുന്നതെന്ന്. അതാ ഞാനും നിന്നെ വിളിച്ചത്. ഇതൊന്നും ചോദിച്ചാൽ ഇവിടെ ആർക്കും മറുപടി തരാനില്ലല്ലോ. അമ്മേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്രനെ വിളിച്ചു വരുത്താണ്. പിന്നെ പറയാനുണ്ടോ, ചന്ദ്ര വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയില്ലേ. അങ്ങനെ ചന്ദ്ര വന്നു കേട്ടോ. ചന്ദ്ര വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ ഇവിടെ കിടക്കുന്നത്? എനിക്ക് അറിയില്ലമ്മേ, എന്താ ഇവിടെ കിടക്കുന്നതെന്ന്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഇവള് പണി തന്നാന്നാ തോന്നുന്നത്, അല്ലാതെ പിന്നെ എന്തിനാ ഇവിടെ കിടക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങ് വന്നില്ലോ. ചന്ദ്ര, ഡി എന്താടി ഇവിടെ കിടക്കുന്നത്, എണീക്കടി എന്നും പറഞ്ഞൊരു ഒറ്റ വിളി. അല്ല, നേരത്തെ ഇവള് പൂ കെട്ടുമായിരുന്നല്ലോ, എപ്പോഴും ഇവിടെ വന്ന് കിടന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നം നിങ്ങളുടെ മരുമകള് തന്നെ മുറി കയറി കിടക്കുന്നത് കണ്ടില്ലേ? അതിനെന്താ, ഇപ്പം ഒരാഴ്ച അവക്കും സച്ചിക്കുള്ള മുറിയല്ലേ ഇത്? അതിന് ഇത്ര നേരത്തെ വന്ന് കിടക്കണോ? അവക്ക് എന്തെങ്കിലും വയ്യായിക കാണും, അതാ അവള് നേരത്തെ വന്ന് കിടന്നത്. ഇല്ല, അവള് കിടക്കുമായിരുന്നോ? അല്ലെങ്കിൽ അവൾ ഈ സമയത്ത് ഇവിടെ കിടക്കുമൊന്നും ചെയ്യാറില്ലല്ലോ. അവളൊന്ന് ഉറങ്ങിക്കോട്ടെ, ശല്യപ്പെടുത്താതെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാൻ നോക്ക്, വെളിയിലേക്ക് പോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, അച്ഛാ ഇതിവിടെ നടക്കില്ല കേട്ടോ, ഞാൻ സമ്മതിക്കില്ല. അച്ഛാ, ഞാൻ മുമ്പത്തെ പോലെയല്ല, ഇപ്പൊ ഭയങ്കര ടയേർഡാ, ഇപ്പം ബിസിനസ്മാനാ, അത്രയ്ക്ക് ടെൻഷനുണ്ട് എനിക്ക്. കസ്റ്റമേഴ്സിന്റെ അടുത്തും ഡീലേഴ്സിന്റെ അടുത്തൊക്കെ ഒരുപാട് നേരം സംസാരിച്ച് ടയേർഡായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് എനിക്ക് ഹോളിൽ ചെന്ന് കിടന്നുറങ്ങണമെന്നോ? അത് പറ്റില്ല, എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ മുറി വേണം. ഇവിടെ കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തുള്ളൂ. ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ടയേർഡായി പോകും. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. രേവതി നല്ല ഉറക്കമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, പിന്നെ രാത്രി വൈകി കിടക്കുന്നവളാ രേവതി. ഇന്ന് ഞങ്ങൾ വരുന്ന സമയം നോക്കി കരുതി കൂട്ടി കിടക്കുന്നത് അവളെ വെറുതെ ഞങ്ങൾ ഇവിടെ കിടക്കാതിരിക്കാൻ വേണ്ടിയാ കിടക്കുന്നത്. അത് ശരിയാ മോളെ. അതുകൊണ്ടാ പൂ കെട്ടുന്നത് പാതി നിർത്തിയിട്ടാ ഇവിടെ വന്ന് കിടക്കുന്നത്. ഇന്ന് ഞാനോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, നിങ്ങളെപ്പോലെ ഒന്നും അഭിനയിക്കുന്നവളല്ല രേവതി. അവക്ക് എന്തോ വയ്യായികയുണ്ട്, അവൾ അവിടെ കിടന്നോട്ടെ, ആരും അവളെ ഉണർത്താൻ പാടില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മര്യാദയ്ക്കായിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ, ഇയാൾക്കിത് എന്തിന്റെ സൂക്കേടാ? അമ്മേ, എന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് അച്ഛന് ഒരു വിഷമവുമില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ട് അച്ഛൻ ഇറങ്ങി പോവോ? ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇവളെ ഞാൻ എടുത്ത് പുറത്തിടും. എടി രേവതി, എണീക്കിടി എന്നും പറഞ്ഞൊരു ഒറ്റ തട്ടുകയാണ് കേട്ടോ രേവതി. അപ്പൊ പതുക്കെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നുണ്ട്. ഭയങ്കര ക്ഷീണമാട്ടോ. അതുകൊണ്ട് നമ്മുടെ രേവതി ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങിയത്. പതുക്കെ നമ്മുടെ രേവതി എണീക്കിടി എന്ന് പറഞ്ഞ് 3-4 കുത്തി. എന്നിട്ട് പറഞ്ഞു, എന്താടി നിന്റെ വിചാരം? സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. ഇത്ര നേരത്തെ കിടന്ന് വന്ന സ്ഥലം പിടിച്ച എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇവര് കിടക്കുന്നോർത്തല്ലേടി, എണീക്കിടി എന്നും പറഞ്ഞ് നമ്മുടെ രേവതിനെ എണീപ്പിക്കുകയാണ് കേട്ടോ. രേവതി ഒരു വിധത്തിൽ ഇങ്ങനെ പതുക്കെ എണീറ്റിട്ട് കട്ടിലിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. ചാരി ഇരുന്നിട്ട് പറഞ്ഞു, അമ്മേ, സത്യമായിട്ടും എനിക്ക് വയ്യ. അതാ ഞാൻ ഇവിടെ വന്ന് കിടന്നത്. അതെ, ക്ഷീണം കാരണം ഒന്ന് ഉറങ്ങിപ്പോയതാ. ക്ഷീണിക്കാൻ മാത്രം എന്താടി നീ ഇവിടെ മലമറിച്ച് ചെയ്തത്? ഇവരെ മുറിയിൽ കയറ്റരുത്, അതിനു വേണ്ടി നീ ഇവിടെ നേരത്തെ വന്ന് കിടന്ന് ഉറങ്ങിയതല്ലേ? നാണമില്ലേടി നിനക്ക്? അമ്മേ, എനിക്ക് പനിക്കുന്നുണ്ട് നന്നായിട്ട്, ഞാന് വയ്യാണ്ട് വന്ന് ഇവിടെ കിടന്നതാ. ഇവിടെ വന്ന് കിടന്നാലേ നിന്റെ പനി മാറുമോ? ഓരോരോ കാരണം പറയരുതേ നീയെ. ഞാൻ കാരണം പറഞ്ഞതല്ല അമ്മേ, സത്യമായിട്ട് എനിക്ക് വയ്യ. നിനക്ക് മുറിക്ക് പുറത്തെവിടെയെങ്കിലും പോയി കിടക്കാലോ, ഇവിടെ തന്നെ കിടക്കണം എന്ന് എന്താടി നിനക്ക് നിർബന്ധം? ഒരു പായ് എടുത്ത് വെളിയിൽ പോയി കിടക്കത്തില്ലേ? നിന്റെ വീട്ടിലെ AC ഒക്കെ ഉള്ള വലിയ മുറിയിലാണോ നീ കിടന്നുറങ്ങുന്നത്? അല്ലോ, ഇവിടെ വന്നപ്പോ മുറി തന്നെ കിടക്കണം അല്ലേ? നിന്റെ ഒരു പൂതി. നിനക്കൊന്നും തറയിൽ കിടക്കാൻ പോലുമുള്ള യോഗ്യതയില്ല. വല്ല മിറ്റത്തും ചെന്ന് കിടക്കേണ്ടതാ. സ്ഥലം പിടിക്കാൻ വേണ്ടി നേരത്തെ വന്ന് കിടന്നുറങ്ങിയതാ. അവളുടെ എടി, കുറച്ചെങ്കിലും ഉളുപ്പ് വേണോടി, ഉളുപ്പ്. കുറച്ചെങ്കിലും മര്യാദ വേണോടി. അത് പിന്നെ അമ്മ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് അറിയാതെ ഒന്ന് കിടന്നുറങ്ങിപ്പോയതാ. ഞാൻ സ്ഥലം പിടിക്കാൻ വേണ്ടി ഒന്നും അല്ല വന്നിവിടെ കിടന്നത്. അയ്യോ, സുഖമില്ലാത്തത് കൊണ്ട് സ്പെഷ്യൽ വാർഡിൽ കിടക്കുന്നത് പോലെ ഇവിടെ വന്ന് കിടന്നല്ലേ നീ അങ്ങ് ജനറൽ വാർഡിൽ പോയി കിടക്കടി. അതാടി നിനക്ക് പറഞ്ഞിട്ടുള്ളൂ. വീടമ്മേ, അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോയി, ക്ഷമിച്ചേക്ക്. പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക, പുറത്തു പോകാൻ ഭാവമില്ല. പോടി ഇറങ്ങി. നീ എന്തിനാടി ഇവിടെ കിടക്കുന്നത്? ഇറങ്ങി പോകാനാ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, എണീപ്പിക്ക. അങ്ങനെ എണീപ്പിച്ചിട്ട് വീട്. എടി ഇവിടെ അടി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് നമ്മുടെ രേവതിനെയും കൂട്ടിക്കൊണ്ട് വന്ന് പുറത്തേക്ക് തള്ളി വിടാൻ തുടങ്ങിയത് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക. സച്ചി സഹിക്കുവോ? റൂമിന്റെ വെളിയിൽ തന്നെ നമ്മുടെ സച്ചി ഉണ്ടായിരുന്നു. അതും വയ്യാണ്ട് നിൽക്കുകയാണ് നമ്മുടെ രേവതി. ഒട്ടും പറ്റത്തില്ല. സച്ചി
ഇങ്ങനെ നോക്കി രൂക്ഷമായിട്ട് നോക്കി കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി ഇറങ്ങി വന്നു, വർഷയും ശ്രീകാന്തും വന്നു. അങ്ങനെ എല്ലാവരും വന്നു. അങ്ങനെ നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് പിടിച്ചു. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടാ ഞാൻ അറിയാതെ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി നേരെ ചന്ദ്രയുടെ മുമ്പിൽ ചെന്നിട്ട്, അതെ, ഇതിന് പകരം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എൻ്റെ അമ്മയായി പോയി നിങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നത്. അല്ലാതെ ഈ സച്ചി ഒരു പോങ്ങനോ കിഴങ്ങനോ ഒന്നും ആയിട്ടല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും വന്നു കേട്ടോ. രവീന്ദ്രൻ ഇതൊക്കെ കേട്ടോണ്ട് തന്നെയാണ് വന്നത്. അപ്പൊ സച്ചി പറഞ്ഞു, നിങ്ങളൊരു സ്ത്രീയാണോ? മിനിമം ഒരു സ്ത്രീ ആണെങ്കിലേ വയ്യാത്ത ഒരു സ്ത്രീയോട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുമായിരുന്നോ? നിങ്ങളല്ലേ ഒരു സ്ത്രീക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് മനസ്സിൽ ഒരു സ്ത്രീ തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പം എത്ര അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് അറിയാമോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട്, എന്താ സച്ചേട്ടാ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഈ വീട്ടിലും ഈ റൂമിലും VIP മാത്രമേ കയറാൻ പാടുള്ളെന്നാ എൻ്റെ അമ്മയുടെ നിർദ്ദേശം പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, വീണ്ടും റൂം പ്രോബ്ലമോ? എന്നും റൂം കാരണമാണല്ലോ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. റൂം പ്രോബ്ലം ഒന്നും അല്ലിത്, ഇവിടത്തെ ചില ആളുകളാ പ്രോബ്ലം ചെയ്യുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, വേണ്ട സച്ചേട്ടാ, അത് വീട്. ശ്രീകാന്തെ, വർഷേബാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. എന്താ എടുത്ത് ഇത്? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇല്ല, സച്ചി പറഞ്ഞു, അവിടെ നിൽക്ക്. ഇങ്ങനെയെല്ലാം വിട്ടുകൊടുത്തിട്ടാ നിനക്ക് ഈ അവസ്ഥ വന്നത്. എന്തൊക്കെയാ അവര് നിന്നോട് പറഞ്ഞത്? ഒരു വീട്ടിലെ വേലക്കാരിയോട് പോലും ഒരു സ്ത്രീകളും ഇങ്ങനെ സംസാരിക്കില്ല. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞത്? ജോലി കഴിഞ്ഞ് ശ്രുതിയും വരുന്ന സമയം നോക്കി അവളും റൂമിൽ പോയി കിടന്നു, സ്ഥലവും പിടിച്ചു. അത് ചോദ്യം ചെയ്തതാണോ പ്രശ്നം? അതുകൊണ്ട് പുറത്തു പോകാൻ പറഞ്ഞു. അത് പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ടതും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നീയേ ഒരു കാര്യം ചിന്തിക്കണം. ഈ ആഴ്ച രേവതി സച്ചി ആ റൂമിൽ കിടക്കേണ്ടത്. രേവതി ഈ റൂമിൽ വന്ന് കിടന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? ഒരു തെറ്റുമില്ല. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, എനിക്ക് ഈ ഹോളിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നിനക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റാത്തത്? അത് ഞാൻ നിന്നെ പോലെ ഒരു കാർ ഡ്രൈവർ അല്ലാത്തത് കൊണ്ട്. ഞാനേ ക്രിയേറ്റീവ് ജോബ് ചെയ്യുന്ന ആളാ. അതിന് നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം, ഉറങ്ങണം. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. എടാ, ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധിമുട്ട് അത് നിനക്കും അറിയില്ല ശ്രീകാന്തെ? അയ്യോ, സുധിയേട്ടൻ ഷോപ്പ് തുറന്നിട്ട് 2 ദിവസം ആയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താ അച്ഛാ, എന്റെ വിഷമം എനിക്ക് അറിയും. എത്ര പേരോടാ ഞാൻ ഒരു ദിവസം സംസാരിക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് അവിടെ നിൽക്കാൻ പോലും നേരമില്ല. എന്നാ പിന്നെ പായ വിരിച്ച് അവിടെ തന്നെ കിടക്ക. എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നിട്ട് വേണം നിനക്ക് എന്റെ റൂമിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാനല്ലേ? ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരുമ്പോ ഒന്ന് തല ചായ്ക്കാൻ പോലും സ്ഥലമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? എന്റെ ദൈവമേ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് ടയേർഡായിട്ടാണ് ഞാനും വരുന്നത്. വീട്ടിൽ വന്നാൽ ഞങ്ങൾക്കും കുറച്ച് സമയം റെസ്റ്റ് എടുക്കണ്ടേ? നിനക്ക് റെസ്റ്റ് എടുക്കാൻ ഹാളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. രേവതിക്ക് നല്ല പനിയുണ്ട്, അതുകൊണ്ടാ അവൾ ആ റൂമിൽ വന്ന് കിടന്നത്. അവൾക്ക് അത്രയ്ക്ക് ടയേർഡായിട്ടാ അവള് റൂമിൽ വന്ന് കിടന്നത്. നിങ്ങൾക്ക് ടയേർഡ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ പലർക്കും ടയേർഡ് ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ചോദിച്ചു, അല്ല രേവതി ചേച്ചിക്ക് നന്നായിട്ട് പനിയുണ്ടോ? പനി കൂടുതലായതുകൊണ്ടല്ലേ രേവതി ചേച്ചി റൂമിൽ വിശ്രമിച്ചത്. എന്നിട്ടും അതറിഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയില്ലോ. കഷ്ടം തന്നെ എൻ്റെ പൊന്നു സുധിയേട്ടാ, നിങ്ങൾ സമ്മതിക്കണം. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൾക്ക് വയ്യാത്തോണ്ടാ കിടക്കുന്നത്, ശല്യപ്പെടുത്തരുതെന്ന്. പക്ഷേ ഇവര് അതൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. സച്ചി, നീ എന്താ സച്ചി അവള് ഡോക്ടറെ കാണിക്കാത്തത്? അച്ഛാ, ഞാൻ അവളോട് പറഞ്ഞതാ ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ. അവള് കേൾക്കണ്ടേ? അവൾക്ക് താല്പര്യമില്ല. ഹോസ്പിറ്റലിൽ വരാത്തത് കൊണ്ട് ഇവൾ ഇവിടെ കിടത്തിയിട്ട് ഞാൻ മരുന്ന് മേടിക്കാൻ വേണ്ടി പോയതാ. മരുന്ന് മേടിച്ച് ഞാൻ വരുമ്പോഴാ ഇവള് ഇപ്പൊ പുറത്തേക്ക് ഇവിടെ നിൽക്കുന്നത് കണ്ടത്. അതും പുറത്തേക്ക് നിൽക്കുകയല്ല, ഇവര് പിടിച്ച് തള്ളിയിടുക ചെയ്തത്. പിന്നെ ഇവക്ക് ഹാളിൽ കിടന്ന് റെസ്റ്റ് എടുത്താ പോരെ? ഈ മുറി തന്നെ കിടക്കണോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അതാ ഞാൻ പുറത്തേക്ക് തള്ളിയത്. അപ്പൊ വർഷ പറഞ്ഞു, ആന്റി എന്താ ആന്റി ഇത്? പാവം രവി ചേച്ചി പനി ആയതുകൊണ്ടല്ലേ അവിടെ കിടന്ന് ഉറങ്ങിയത്. എന്റെ പൊന്നു വർഷ, അതൊക്കെ ഒരു കാരണം പറയുന്നതാ. ഇവക്കിപ്പൊ മുറി വേണം, അതുകൊണ്ട് നേരത്തെ വന്ന് സ്ഥലം പിടിച്ചതാ, വേറെ ഒന്നുമല്ല. ഇത് കേട്ടപ്പം നമ്മുടെ രവീന്ദ്രന് ചൊറിഞ്ഞു കയറുന്നുണ്ട്. രവീന്ദ്രന് ഒരു ഒറ്റ ഒരെണ്ണം വെച്ചു കൊടുത്താൽ തീരാന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്താ വെച്ചു കൊടുക്കും? അതും ഇല്ല താനും കിഴങ്ങനെ, അല്ലാതെ പിന്നെ എന്താ പറയാ. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്തത് നമ്മുടെ നയനയുടെയും ആദർശിന്റെയും വിശേഷമാണ് കേട്ടോ. അപ്പൊ അതുമായിട്ട് ഞാൻ വരാം. പിന്നെ നമ്മുടെ അലീനയുടെ വിശേഷം ഉടനെ തന്നെ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.